സഭ ഒരിക്കലും തകരില്ല. നരക കവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭയാണ്. എന്നാൽ വിശ്വാസ ജീവിതം പരീക്ഷിക്കപ്പെടും. വിശ്വാസ ജീവിതം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ നാം തിരിച്ചറിയാതെ പോകരുത്. വർത്തമാനകാലത്ത് വിശ്വാസം ദുഷിക്കപ്പെടുന്നു. വിശ്വാസ ജീവിതം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. പാരമ്പര്യവാദവും അതിനൂതനത്വങ്ങൾ പേറുന്ന ഭൗതികവാദത്തോട് ചേർന്ന ചിന്തകളും ഒപ്പം തന്നെ ഭരണാധികാരവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സന്ധി ചെയ്യുന്ന പ്രവണതയും സഭയെ ദുഷിപ്പിക്കുന്നു. സഭയിൽ വിശ്വാസ അപജയത്തിന് കാരണമായിട്ട് മാറുന്നു. വിശ്വാസ ജീവിതത്തെ അപകടത്തിലാക്കുന്ന പുളിമാവുകളെ നാം തിരിച്ചറിയണം. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിഴിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. വിശ്വാസ ജീവിതം നിരന്തരം പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നാം സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നു, വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്, കഴിയും വിധമൊക്കെ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാമാന്യ ധാരണയിൽ ഉറച്ചാണ് ഭൂരിപക്ഷം വിശ്വാസികളും മുൻപോട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെ ഇഴകീറി പരിശോധിക്കാത്ത സമയം ഏത് അവസരത്തിലാണ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതെന്നും വീണു പോകുന്നതെന്നും അകമേ തന്നെ വിശ്വാസത്യാഗികളായി നാം മാറിപ്പോവുകയെന്നും നാം തിരിച്ചറിയാതെ പോകും. ഇത്തരത്തിലൊരു അബദ്ധം വിശ്വാസ ജീവിതം ഇന്ന് നേരിടുന്നുണ്ട്. പ്രബോധനപരമായി വരുന്ന നിരവധിയായ അബദ്ധങ്ങൾ അത്തരത്തിൽ നമ്മെ നയിക്കുന്നവയായി മാറിപ്പോകും. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉറക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ്. ഈ രണ്ടിടത്തും നമുക്ക് ഈ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഒന്ന് വചനമാണ്, രണ്ടാമത് കുർബാനയാണ്. സഭയിൽ വചനവും കുർബാനയും ഒരേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം വേർതിരിക്കാനാവാത്ത വിധം വിശ്വാസ ജീവിതത്തിന് മാർഗദർശകമായിട്ടും പോഷണമായിട്ടും നിലനിൽക്കുന്നുണ്ട്. വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ് വിശ്വാസ ജീവിതം ദൃഢത പ്രാപിക്കുന്നതും പരിപൂർണതാ മാർഗത്തിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയുന്നത്. അത് കേവലാചാരമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. വചനം വായിക്കുന്നതും ശ്രവിക്കുന്നതുമൊക്കെ ഒരു പതിവിൻപടി പരിപാടിയായി മാറിപ്പോവുകയും ചെയ്യാം. എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ വചനവും കുർബാനയും വഹിക്കുന്ന പങ്ക് എന്ന ബോധ്യമുണ്ടാവുകയും ആ ബോധ്യത്തിനകത്ത് ഉറച്ചു നിൽക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക. അങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. പലപ്പോഴും ദൈവസ്നേഹം അനുഭവിച്ചും ദൈവത്തിന്റെ സഹവാസം അനുഭവിച്ചുമല്ല നമ്മൾ ജീവിക്കുന്നത്. നരകയാതന പോലെ ജീവിതം നയിക്കുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് നേടിയെന്ന ചില ചിന്തകൾ നമ്മെ ആശ്വസിപ്പിച്ചേക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് നിരന്തരമുള്ള പ്രയാണത്തിലെ ഓരോ നിമിഷങ്ങളെയും അർത്ഥവത്തായി തിരിച്ചറിയാനും ജീവിക്കാനും അങ്ങനെ ഒരു സന്തോഷത്തിൽ ജീവിക്കാനും നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തു ഒരു ലഹരിയാണ്, ഒരു സന്തോഷം നൽകേണ്ട കാര്യമാണ്. പക്ഷെ യേശു ക്രിസ്തുവിലായിരിക്കുമ്പോഴും ദുഃഖിതരും നിരാശരുമായി നാം മാറിത്തീരുന്നു. ജീവിതം അർത്ഥരഹിതമെന്ന് കരുതുന്നു. അങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് നിവൃത്തി കിടുമ്പോൾ എന്തെങ്കിലും ഒരു ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുത്തേക്കാം. അങ്ങനെ നേടുന്നതിലൂടെ ആശ്വാസം ലഭിക്കാമെന്ന് കരുതി പ്രാർത്ഥനാ മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇങ്ങനെ സാമാന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന, തീർത്തും ലോകസഹജമായ വിശ്വാസധാരണകൾക്കകത്ത് മുഴുകിപ്പോകുന്ന ഒരു നിലയിലേക്ക് ക്രൈസ്തവ വിശ്വാസം വീണു പോകുന്നുണ്ട്. വളരെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 102, 103 ഖണ്ഡികകളിൽ വളരെ വ്യക്തമായി പരിശുദ്ധ കുർബാനയും ദൈവവചനവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുക എന്ന് പറയുന്നുണ്ട്. CCC 102 പറയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാക്കുകളിലൂടെയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തന്റെ അനന്യമായ വചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് സജീവ യാഥാർത്ഥ്യമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ. സാധാരണഗതിയിൽ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചും അല്ലെങ്കിൽ സഭാപ്രബോധനമൊക്കെ പറയുമ്പോൾ ഒരുപിടി ആളുകളുടെ ചിന്ത, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം ഉണ്ടല്ലോ, ബൈബിൾ ഉണ്ടല്ലോ, ബൈബിൾ വായിച്ചപ്പോൾ എല്ലാം മനസ്സിലായി എന്നൊക്കെയാണ് നമ്മൾ കരുതുക. ബൈബിൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ല. വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങനെ കേവലമായി യുക്തി കൊണ്ട് അളന്നെടുക്കേണ്ട ഒരു കാര്യമല്ല. വിശുദ്ധ ഗ്രന്ഥത്തെ നാം തിരിച്ചറിയേണ്ടത് സഭ നമുക്ക് നൽകിയ വിശ്വാസബോധ്യത്തിനകത്ത് നിന്നിട്ടാണ്. കാരണം സഭയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സുവിശേഷം ഉണ്ടാകുന്നത് സഭയിലാണ്. സഭയാണ് സുവിശേഷമാനത്തിലൂടെ പഴയ നിയമത്തെയും തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയാണ് വചനം നമുക്ക് നൽകുന്നത്.
അത് ഒരേ ഒരു വചനമാണ്, അനന്യമായ വചനമാണ്. ആ വചനം യേശുക്രിസ്തുവാണ്. ആ വചനത്തിലൂടെയാണ് ദൈവം സ്വയം സമ്പൂർണമായി നമ്മുടെ മുമ്പിൽ ആവിഷ്കൃതമാകുന്നത്. ഇക്കാര്യം നമുക്ക് തിരിച്ചറിവുണ്ടാകണം, ബോധ്യം ഉണ്ടാകണം. ഇങ്ങനെ ബോധ്യമില്ലാതെ പോകുമ്പോഴാണ് വഴിതെറ്റാനുള്ള സാധ്യതകളേറെ ഉണ്ടാകുക. ഞങ്ങൾ വചനത്തിൽ നിന്നാണ് എല്ലാം വിശ്വസിക്കുന്നത്, ഞങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നവരാണ്, വചനമാണ് യാഥാർത്ഥ്യം, സഭയില്ല എന്ന് വാദിക്കുന്നവരൊക്കെ ലോകത്തുണ്ട്. സഭ നൽകിയതാണ് വചനം. ആ നൽകപ്പെട്ട വചനത്തെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ സഭയെ വിശ്വസിക്കണം. സഭ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായതല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ യേശു സഭയെ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 16-18 പറയുന്നു, ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. പത്രോസിനോട് പറയാം, പത്രോസിന് നീ പറയാം, നിന്റെ മേൽ ഞാൻ ഈ സഭയെ സ്ഥാപിക്കും. തരകകവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭ. അങ്ങനെ യേശുക്രിസ്തുവിൽ സ്ഥാപിതമായ സഭാ കൂട്ടായ്മ, യേശുവിന്റെ ശരീരമായ സഭയെ വിശ്വസിക്കായിക വന്നാൽ നിശ്ചയമായിട്ട് നമുക്ക് വചനത്തിലും ആഴപ്പെട്ട് വിശ്വസിക്കാൻ കഴിയാതെ പോകും. വചനം ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചു വന്നതല്ല. ദൈവത്തിന്റെ വാക്കുകൾ ദൈവനിയോഗിതരായ മനുഷ്യരിലൂടെ നിവേശിക്കപ്പെട്ട് എഴുതപ്പെട്ടതാണ്. അത് സഭയ്ക്കകത്തുണ്ടായതാണ്. അങ്ങനെ സഭയ്ക്കകത്ത് വിശുദ്ധ ഗ്രന്ഥം നമുക്കായി നൽകപ്പെടുന്നു. അനന്യമായ ദൈവവചനം നമുക്കായി മനസ്സിലാകുന്ന ഭാഷയിൽ നൽകപ്പെടുന്നു. CCC 103 പറയും, ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ, കർത്താവിന്റെ ശരീരത്തെ എന്നപോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും ദൈവവചനത്തിന്റെയും ഏകമേശയിൽ നിന്ന്, ഒരേ മേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവന്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. ജീവന്റെ അപ്പവും വചനവും ഒരേ മേശയിൽ നിന്ന് തന്നെയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തിരുവചനത്തെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും നമുക്കുണ്ടാകേണ്ട ബോധ്യത്തിൽ ഉറപ്പുണ്ടാകണം. വിശുദ്ധ കുർബാനയും ദൈവവചനവും വചനമാകുന്ന ക്രിസ്തുവും നാം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെന്നും കുർബാനയിൽ നിന്നും വചനത്തിൽ നിന്നും ജീവന്റെ ശക്തി ഉൾക്കൊള്ളുന്നതെന്നും നാം തിരിച്ചറിയണം. ഈ രണ്ടിടങ്ങളിൽ സഭ പ്രതികൂലങ്ങളെ നേരിടുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ രണ്ടിടത്തും വരുന്ന പ്രതികൂലങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായ ചലനങ്ങളിലൂടെയാണ്. അത് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളല്ല. വളരെ സൂക്ഷ്മമായി സഭയ്ക്കകത്ത് ഇത്തരം അബദ്ധങ്ങൾ കടന്നുകൂടുന്നു. വിശ്വാസത്തെ ഹനിക്കുന്ന പൊളിപ്പുകൾ കടന്നുകൂടുന്നു. 1 കൊരിന്ത്യർ 5:7 പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പൊളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അങ്ങനെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ ജീവാർപ്പണത്തോട് ചേർന്ന് ജീവിതം അർപ്പിക്കാൻ വിളിക്കപ്പെടുന്ന നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വീണു പോകുന്നത് എവിടെയെന്ന് തിരിച്ചറിയണം. രണ്ടിടങ്ങളിൽ നിരന്തരമായ ആക്രമണം സഭ നേരിടുന്നുണ്ട്. ഒന്ന് വചനത്തിന്റെ ഭാഗത്താണ്, ഒന്ന് കുർബാനയുടെ ഭാഗത്താണ്. നിരവധിയായ എതിർപ്പുകൾ തിരുവചനവും കുർബാനയും നേരിടുന്നു. അതെങ്ങനെയാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് മറികടക്കാൻ കഴിയൂ. അത്തരത്തിൽ വരുന്ന അശുദ്ധിയെ അല്ലെങ്കിൽ എതിർപ്പുകളെ നേരിടാൻ കഴിയും. വിശ്വാസ ജീവിതം ക്രിസ്തുവിൽ ഉറക്കേണ്ടതാണ്. വചനമായും കുർബാനയായും നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുന്നു. ഈ വചനവും കുർബാനയുമായി ചേർന്നുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന പോരായ്മകളെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. പ്രബോധനപരമായി ഉണ്ടാകുന്ന അബദ്ധങ്ങൾ പലപ്പോഴും നമ്മെ നയിക്കുന്നത് വിശ്വാസ വിരുദ്ധതയിലേക്കാണ്, വിശ്വാസത്യാഗത്തിലേക്കാണ് എന്ന കാര്യം നാം ഓർക്കണം. ഒരു പക്ഷത്ത് വചനം മാത്രം മതിയെന്നും കുർബാന ആവശ്യമില്ലെന്നും കുർബാന അബദ്ധമാണെന്നും പഠിപ്പിക്കുന്നവർ, ഒരു ഭാഗത്ത് വചനമൊക്കെ വായിക്കാമെന്നേ ഉള്ളൂ, കുർബാനയും ആചാരങ്ങളുമാണ് പ്രധാനമെന്ന് കരുതുന്നവർ മറുഭാഗത്ത് വാസ്തവത്തിൽ വചനവും കുർബാനയും ഒരു മേശയിൽ നിന്ന് തന്നെ വിഭജിക്കപ്പെടുന്ന ജീവന്റെ അപ്പമാണെന്നും ജീവന്റെ നിലനിൽപ്പിന് ആധാരശിലയാണെന്നും തിരിച്ചറിയാതെ പോകുന്നു. ഇങ്ങനെ തിരിച്ചറിവുകളില്ലാതെ പോകുമ്പോഴാണ് അബദ്ധ പ്രബോധനങ്ങൾ, പൊളിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുക. സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്: സഭയ്ക്കെതിരെ പുറമേ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, മറ്റു സമുദായങ്ങൾ ആക്രമിക്കുന്നു, പലതരം കാര്യങ്ങളെക്കുറിച്ച് നാം തെറ്റിദ്ധരിക്കപ്പെടുന്നു. മറ്റുള്ളവരോട് ശത്രുത പുലർത്താനോ ഈ ലോകത്തോട് യുദ്ധം ചെയ്യാനോ വന്നവരല്ല നമ്മൾ. പക്ഷെ നമ്മളോട് പലപ്പോഴും ആളുകൾ പറയുന്നത് നമ്മളിങ്ങനെ അപമാനിതരാകുകയാണ്, സഭയെ എല്ലാവരും കൂടി ക്രൂശിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പൊതുബോധം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ സഭയ്ക്കെതിരായ തിന്മയ്ക്കും പ്രബലപ്പെടാൻ സാധ്യമല്ല. മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് യേശു അത് പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിനോട് പറയുന്നുണ്ട്, നീ പാറയാണ്, നിന്റെ മേലെന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പുറമേ നിന്നൊരു ശക്തിക്ക് സഭയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം ശക്തമായ കോട്ടയാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ,
വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. സഭ ആദിമകാലം തൊട്ട് പീഡകളിലൂടെയാണ് വളരുന്നത്. അടിക്കും തോറും വളരുന്ന സഭയാണ്. കൊന്നു തള്ളുന്തോറും രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്ന് പൊതുജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന സഭയാണ്. എവിടെയൊക്കെ പീഡനം ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ സഭ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചടികൾ എന്ന് പറയുന്നൊരു കാര്യം സഭയ്ക്കില്ല. പുറമേ നിന്ന് ആർക്കും സഭയെ ദ്രവിപ്പിക്കാൻ സാധ്യമല്ല. അത് യേശുവിന്റെ രക്തത്താൽ സ്ഥാപിതമായ സഭയാണ്. യേശുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരാൽ പടുത്തുയർത്തപ്പെട്ട സഭയാണ്. ഈ സഭയെ ഇല്ലായ്മ ചെയ്യാൻ ലോകശക്തികൾക്ക് സാധ്യമല്ല. എവിടെയാണ് പിന്നെ ആക്രമണം ഉണ്ടാകുക? ആക്രമണം ആന്തരികമായിട്ടായിരിക്കും. വിശ്വാസത്തെ എതിർക്കാൻ നിരീശ്വരവാദത്തെ കൊണ്ട് സാധ്യമല്ല. വിശ്വാസം ആക്രമിക്കപ്പെടുന്നത് ആന്തരികമായിട്ടായിരിക്കും. അത് വിശ്വാസത്തിന്റെ വഴിയിലൂടെ തന്നെയായിരിക്കും. ദൈവവചനത്തെ ആയാലും വിശുദ്ധ കുർബാനയായാലും അപഹസിക്കപ്പെടുന്നതും എതിർക്കപ്പെടുന്നതും വിശ്വാസത്തിന്റെ വഴിയിലൂടെ തന്നെയായിരിക്കും. വിശ്വാസത്തിന്റെ വ്യതിചലനങ്ങളിലൂടെ ഇങ്ങനെ ആക്രമിക്കാമെന്നല്ലാതെ വിശ്വാസത്തെ നേരിട്ട് നിൽക്കാൻ ലോകത്തിന് സാധ്യമല്ല. ചരിത്രത്തിലുടനീളം സഭ പീഡിതയായപ്പോഴൊക്കെ വിമോചിതയായിട്ടുണ്ട്, ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അടിച്ചമർത്തിയ സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഉജ്ജ്വലമായ ക്രിസ്തുവിന്റെ രക്തം ലോകത്തിന്റെ മുൻപാകെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. അത് യുദ്ധം ചെയ്ത് നേടിയതല്ല, ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതല്ല, ആൾക്കൂട്ടങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുണ്ടാക്കിയെടുത്തതല്ല. അത് സഹന വഴിയിലൂടെ നേടിയെടുത്തതാണ്. സഹിച്ചവരൊക്കെ വെളിപ്പെടുത്തിയത് ക്രിസ്തുവിനെയാണ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടിടത്തൊക്കെ, രക്തം ചിന്തിയിടത്തൊക്കെ സഭ വളർന്നിട്ടേയുള്ളൂ. സഭയ്ക്കെതിരെ നിൽക്കാൻ ലോകത്തിന് സാധ്യമല്ല. എഫേസ്യർ 1:21 പറയുന്നു, സഭ യേശുവിന്റെ ശരീരമാണ്. ആദിയിൽ പിതാവിനോട് കൂടെയായിരുന്നു യേശു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അങ്ങനെ ദൈവവുമായി ഒന്നായിരുന്ന യേശു ഫിലിപ്പിയർ 2:6 പറയുന്ന പ്രകാരം ദൈവികമായ സമാനതകൾ കൈവിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ മാനുഷിക ജീവിതം നയിച്ച യേശു ആ മാനുഷിക ജീവിതം പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ പോകുന്ന സമയത്ത് അപ്പോസ്തലികമായ പാരമ്പര്യത്തിന് കൈമാറി സഭയെന്ന കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കുന്ന യേശു. ആധുനിക കാലത്ത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ ക്രിസ്തുവിന്റെ തുടർച്ചയാണ്, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന സഭയെ ലോകത്തിന് ആക്രമിക്കാൻ സാധ്യമല്ല. അവനിനി മരണമില്ല, അവനെ ആർക്കും കീഴ്പ്പെടുത്തുക സാധ്യമല്ല. ഈ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പറയുന്നു. അതുകൊണ്ട് അനന്തപ്രകാശമായ ക്രിസ്തുവിനെ എന്നേക്കും ജീവിക്കുന്നവനെ മുറിപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ ലോകത്തെ കൊണ്ട് സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ലോകത്തിനെതിരായിട്ട് തിരിയുന്നുണ്ട്. ഈ ലോകത്തെ ആളുകൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നു, ക്രിസ്തുവിനെ അപമാനിക്കുന്നു, എതിർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ അപമാനിക്കാൻ ആർക്കും സാധ്യമല്ല. ഇനി വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിനെതിരായി ആരെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വികാരം കൊള്ളേണ്ട കാര്യമില്ല. കാരണം മരിച്ച ഒരാളെക്കുറിച്ച് ആരും കുറ്റം പറയില്ല. നമ്മൾ സാമാന്യ യുക്തിക്ക് ചിന്തിച്ചാൽ മതി. മരിച്ച ഒരാൾ ആരെങ്കിലും കുറ്റം പറയും? ആരെയാണ് കുറ്റം പറയുക? ആർക്കെതിരാണ് അപവാദങ്ങൾ പറയുക? ആരെയാണ് അവഹേളിക്കാൻ നോക്കുക? ജീവിച്ചിരിക്കുന്നവരെയാണ്. യേശുക്രിസ്തുവിനെതിരെ അവഹേളനമോ നിന്ദനമോ ലോകത്തുണ്ടായാൽ നാം തിരിച്ചറിയേണ്ടത് അവൻ ജീവിച്ചിരിക്കുന്നു എന്നവർക്ക് ബോധ്യമുണ്ടെന്നാണ്. അവൻ ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന പ്രഘോഷണം ക്രിസ്തു വിരുദ്ധതയിലൂടെ പോലും ലോകത്ത് അവതരിപ്പിക്കപ്പെടും. യേശുവിനെ അപമാനിക്കുമ്പോൾ പോലും അത് വെളിപ്പെടാണ്, അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ മാനിക്കാനും അപമാനിക്കാനും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അവനെ സ്തുതിച്ചാൽ അവന്റെ മഹത്വം വർദ്ധിക്കുകയില്ല, അവനെ നിന്ദിച്ചാൽ അവന്റെ മഹത്വം കുറഞ്ഞു പോവുകയില്ല. അത് ബോധ്യതലത്തിൽ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ബാഹ്യശക്തികൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഭയെ അവഹേളിക്കുന്നുവെന്നോ സഭയ്ക്കെതിരായി തിരിയുന്നുവെന്നോ ഒക്കെ കരുതുന്നത് മൗഢ്യമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് അങ്ങനെ യേശു ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ പ്രസംഗിക്കുന്ന കേൾക്കാനിടയായി. അദ്ദേഹം ഭയങ്കര ആവേശത്തോടെ പറയാണ്, ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അദ്ദേഹത്തിനത് പറയാം. അദ്ദേഹം അത് പറയുന്നത് പോലും യേശുവിന്റെ ഉള്ളം കയ്യിൽ നിന്നാണ് എന്ന് നാം ധരിക്കണം. അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളായിട്ട് എതിർ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ് പലതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. ആകാശഗോളങ്ങളെക്കുറിച്ച് എത്രയേറെ തെറ്റായ പഠനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടല്ല അത് മാറിയത്. ഒരു കാലത്ത് ഭൂമി പരന്നാണെന്ന് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം സഭയെയും കുറെ നാൾ ഭരിച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന നിലവിലുന്ന വിശ്വാസമാണ് ഭൂമി ഉരുണ്ടതാണെന്ന്. പിന്നീടാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ ശാസ്ത്രീയത കണ്ടെത്തുമ്പോൾ നൂതനമായ കാര്യങ്ങൾ വരുമ്പോൾ പഴയവ തള്ളിപ്പോവും.
അപ്പൊ ചരിത്രത്തിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറയുന്നവരുണ്ടാകാം, ചരിത്രത്തെ അപനിർമ്മിക്കുന്നവരുണ്ടാകാം, യേശുവിനെ ആക്ഷേപിക്കുന്നവരുണ്ടാകാം. അതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതം തൊടേണ്ട കാര്യമില്ല. അവൻ ജീവിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് അത്തരം അവഹേളനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത്. അവർ ആ വിശ്വാസം ഏറ്റുപറയാണ്. ഇപ്പോഴും എതിർക്കപ്പെടേണ്ട ഒരാളാണെന്ന് അവർ കരുതുകയാണ്. സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരാൾ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ അവർ സത്യം വെളിപ്പെടും. ഒപ്പം തന്നെ യേശു ജീവിക്കുന്നുവെന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് പുറമേ നിന്നുള്ള ആക്രമണങ്ങളോ ഭീഷണികളോ സഭയെ തളർത്തില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും, മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും യു പിയിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിന് നിരവധിയായ അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ട്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടും. പക്ഷേ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൂടുതൽ ശക്തിയോടെ ക്രിസ്തു പ്രഘോഷിക്കപ്പെടും. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് ലോകത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം എത്രത്തോളം അടിച്ചമർത്തുന്നതോ ഓരോ അടിയും ഒരു പ്രഘോഷണമായിട്ട് മാറും. ഈ സഹനങ്ങളൊക്കെ പ്രഘോഷണമായിട്ട് മാറും. ഇന്നും സഹിക്കുന്ന അനേകം വിശുദ്ധർ ഇന്ത്യയിലുണ്ട്, നിരന്തരമായി പീഡ കേൾക്കുന്നവർ. അവരൊക്കെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ലോകത്തിന്റെ മുമ്പിൽ, സഭയെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം അപകടകരമായിട്ടുള്ളത് സഭയ്ക്കകത്ത് തിരുവചനത്തിനെതിരായും കുർബാനയ്ക്കെതിരായും വിഭാഗീയതയുടെയും വിരുദ്ധതയുടെയും നിരവധിയായ പ്രഘോഷണങ്ങളും ശക്തികളും പ്രവർത്തിക്കുന്നു. ഇതൊക്കെ പിശാചാണ്, തിന്മയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം ചെയ്യുന്നത് വിശ്വാസ ബോധ്യത്തിനകത്ത് നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആളുകളാണ്. അവരാണ് ഇങ്ങനെ വ്യതിചലനങ്ങൾക്ക് കാരണമായിട്ട് മാറുന്നത്. നമുക്ക് ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താനോ ആരുടെ മേലും കുറ്റം അടിച്ചേൽപ്പിക്കാനോ അല്ല. ബോധ്യതലങ്ങളിൽ വരുന്ന പിഴവുകൾ വിശ്വാസ അപജയത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. അത് പ്രബോധനപരമായുള്ള പിഴവുകളാണ്. ആ പിഴവുകളെ നമ്മൾ തിരിച്ചറിയണം. നാം ഏത് പക്ഷത്താണ്, ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് അറിയണം. അത് രൂപത വ്യതിയാനങ്ങളുടെ പേരിലുള്ളതോ സഭയിലെ ഏതെങ്കിലും വിഭാഗം എന്ന നിലയ്ക്കോ ഉള്ള ചിന്തകളിലേക്കല്ല പോകേണ്ടത്. വിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യങ്ങൾക്കകത്ത് വരുന്ന പുളിപ്പുകൾ, പുളിമാവ് ഏതാണെന്ന് തിരിച്ചറിയണം. പ്രബോധനങ്ങളാണ് പുളിമാവുകൾ. ഈ പുളിമാവ് സൂക്ഷിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. ആ പുളിമാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ആന്തരികമായി നമ്മെ നശിപ്പിക്കുന്നവയായിട്ട് മാറും. സഭ തകരില്ല, വിശ്വാസികൾ കഷ്ടതയിലാവും. വിശ്വാസത്തിൽ നിന്ന് വീണുപോകുന്ന അനേകരുണ്ടാവും. അങ്ങനെ വിശ്വാസം ക്ഷയിക്കുന്ന അനേകർ സഭയ്ക്കകത്തുണ്ടാകുന്നു എന്നത് ഈ കാലഘട്ടം നേരിടുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും ആധുനികരെന്ന് കരുതുന്ന ലോകമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അനേകർക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലായി പോകുന്നു ഇത്തരത്തിലുള്ള പ്രവണതകൾ. അറിവും വിവരമുണ്ട്, അന്ധവിശ്വാസങ്ങളിൽ പെടാൻ കഴിയാത്ത രീതിയിലാണ്. പക്ഷേ അവർ ക്രിസ്തു വിശ്വാസത്തെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിർത്തുന്നില്ല. അവർ വിശ്വാസത്തെ ഒരു പുറംപൂച്ചായിട്ട് മാത്രം കാണുന്നു. അതല്ലെങ്കിൽ കേവലമായ ഒരു ആചാരാനുഷ്ഠാനത്തിൽ ബന്ധിതമായ ഒരു കാര്യമായിട്ട് മാത്രം കാണുന്നു. വിശ്വാസത്തിന്റെ അകക്കാമ്പ് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ചും ലോകം ഇന്ന് വിപ്ലവകരമായ വികസനത്തിന്റെ വഴിയിലാണ്, പുരോഗതിയുടെ വഴിയിലാണ്. ശാസ്ത്ര സാങ്കേതികതകൾ ഉയരുന്നു, ശാസ്ത്രീയത താഴുന്നുണ്ട്. സയൻസികമായ ഒരു വിശ്വാസതലം ഉയരുന്നില്ല, മനോവൃത്തി ഉയരുന്നില്ല. പകരം അതിന്റെ ബാഹ്യരൂപങ്ങളെല്ലാം ക്രമാതീതമായ ശക്തിയോടെ വളരുക. അങ്ങനെ സാങ്കേതികതകൾ ഉയരുന്നൊരു കാലത്ത് സാങ്കേതികതകളുടെ അതിപ്രളയത്തിൽപ്പെട്ട് ജീവിതം തിരക്കേറിയതായി മാറുന്ന, സുഖതാൽപര്യങ്ങളിൽ മുഴുകുന്ന ഒരു കാലത്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ നിരാശയിലേക്ക് നിവദിക്കുന്നു. അങ്ങനെ ലോകം നിരാശയിലേക്കും അക്രമത്തിലേക്കും വഴുതി വീഴാനിടയാകുന്നു. അവിടെയാണ് വിശ്വാസത്തിനുണ്ടാകുന്ന പിഴവിന്റെ പ്രതിഫലനം നാം കാണുന്നത്. തിരുവചനത്തിനും വിശുദ്ധ കുർബാനയ്ക്കും എതിരായി നടക്കുന്ന കാര്യങ്ങൾ പ്രബോധനപരമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ഓരോ പ്രബോധനങ്ങളിലൂടെയാണ്. പുറമേ നിന്ന് ആക്രമിക്കുകയല്ല, അകമേ കാർന്നു നിന്നൊരു ശക്തിയായിട്ടാണ് ഈ എതിർപ്പുകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെ സഭ വ്യാഖ്യാനിക്കുന്നതിനെതിരായി, സഭയുടെ വേദോപദേശത്തിനെതിരായി, അപ്പോസ്തലിക പ്രബോധനങ്ങൾക്കെതിരായി, സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങൾക്കെതിരായുമുള്ള നിരവധിയായ പ്രബോധനങ്ങൾ സഭയ്ക്കകത്ത് കടന്നുകൂടുന്നു. അവയാണ് യഥാർത്ഥത്തിൽ ഈ പുളിമാവിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര വീക്ഷണത്തെയും സഭയുടെ പ്രബോധനാധികാരത്തെയും ആന്തരികമായി ആക്രമിക്കുന്ന നിരവധിയായ അശുദ്ധ പ്രബോധനങ്ങൾ, അസത്യ പ്രബോധനങ്ങൾ സഭയ്ക്കകത്ത് തന്നെ പ്രഘോഷിക്കപ്പെടുന്നു.
ഇതൊരു പക്ഷേ ഈ പ്രഘോഷിക്കുന്നവർ പോലും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ, വത്തിക്കാൻ കൗൺസിൽ രേഖകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പോസ്തലിക ലേഖനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഇതൊക്കെ സഭയിലുള്ളതല്ലേ, സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നൊക്കെ ആളുകൾ അങ്ങ് പറയണം. സഭയ്ക്ക് എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്? സഭയുടെ പ്രവർത്തന രീതിയിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ വിശ്വാസ പ്രബോധനത്തിൽ പിഴവുണ്ടായിട്ടില്ല. സഭയുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ പിഴവുകൾ ഉണ്ടാകും. സഭ ഒരു മാനുഷിക കൂട്ടായ്മ കൂടിയാണ്. ഭൗമിക സഭ, സമരസഭ നിരന്തരം ഈ ലോകത്തായിരിക്കുമ്പോൾ ലോകത്തിന്റെ പ്രവണതകളിൽ പെട്ടുപോയ കാലങ്ങളുണ്ടായിട്ടുണ്ട്. വീഴ്ചകളുണ്ടാകും. പക്ഷെ അതേസമയം തന്നെ സത്യപ്രബോധനത്തിന്റെ കാര്യത്തിൽ സഭയ്ക്ക് പിഴവ് പറ്റില്ല. പ്രബോധന അധികാരത്തിൽ വീഴ്ച പറ്റില്ല. സഭയുടെ ഒരു ആധികാരിക പ്രബോധനവും സഭ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ തെറ്റുപറ്റാത്ത വിശ്വാസ പ്രബോധനത്തിൽ നമ്മൾ വിശ്വസിക്കണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിലും സഭയുടെ പാരമ്പര്യത്തിലും നാം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന് വഴി മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥം എന്താണ് എന്ന് നമ്മോട് പറയാൻ അധികാരമുള്ളത് സഭയ്ക്കാണ്. വിശുദ്ധ ഗ്രന്ഥം കേവലം ഒരു പുസ്തകമല്ല, ഒരു ഐഡിയോളജി അല്ല. വിശുദ്ധ ഗ്രന്ഥം ആളത്വത്തിൽ ജീവിച്ച ക്രിസ്തുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കുക. അവതരിപ്പിക്കുമ്പോൾ ആ സഭയുടെ കൂട്ടായ്മയ്ക്കകത്ത് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ കയ്യിലേക്ക് നൽകുന്ന സഭയുടെ പ്രബോധനങ്ങൾക്കകത്ത് നിൽക്കാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ധാരണയോടെ പോകാൻ പറ്റൂ. അതുകൊണ്ട് വിശ്വാസ ജീവിതം നിരന്തരം ഉന്മുഖമായിരിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ്, പരിശുദ്ധ കുർബാനയിലേക്കാണ്. അവയിലേക്ക് രണ്ടിലേക്കും നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത് സഭയുടെ പ്രബോധനാധികാരത്തെ അംഗീകരിക്കുമ്പോഴാണ്. സഭയുടെ പ്രബോധനാധികാരത്തെ നാം തള്ളിക്കളയുമ്പോൾ നാം അറിയാതെ തന്നെ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കും. ഈ കൂട്ടായ്മയുടെ അകത്തുനിന്ന് പുറത്തേക്ക് പോയാൽ, ഈ കൂട്ടായ്മയെ നിഷേധിച്ചാൽ നമുക്ക് പിന്നെ ഈ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. തിരിച്ചറിയാൻ കഴിയാതെ പോകും. എന്താണ് ആ സത്യം, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ഒരു ഉത്തമ സഭാസന്താനമായിരിക്കുക എന്നതാണ് പ്രഥമമായ ദൈവവിളി എന്നോർത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്കൊക്കെ ഇടയിലുണ്ടാകുന്ന ബന്ധം, വിശ്വാസപരമായ ബന്ധം വളരേണ്ടത് ഈ പ്രബോധന അധികാരത്തിന്റെ കീഴിലാണ്. കാരണം എനിക്കും നിങ്ങൾക്കും തെറ്റുപറ്റാം, നമ്മുടെ വാക്കുകൾക്ക് പിഴവ് പറ്റാം, നമ്മുടെ വീക്ഷണങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകാം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ എന്ന കേവല വ്യക്തിയായി നിന്ന് സംസാരിച്ചാൽ എൻ്റെ എല്ലാ പിഴവുകളും അത് പേറും. അതുകൊണ്ട് നിങ്ങളോട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം താല്പര്യത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്, വിശ്വാസ പ്രബോധനത്തെ സംബന്ധിച്ച് സഭ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ സഭയുടെ വിശ്വാസ നിക്ഷേപത്തോട് ചേർന്ന് വിശ്വാസത്തെ പ്രഘോഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സത്യവചനത്തെ നമുക്ക് യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയൂ, കുർബാനയിൽ നിന്ന് ജീവൻ സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ കഴിയും. ഓരോ ക്രൈസ്തവനും ഈ ബാധ്യതയുണ്ട്. വിശ്വാസ വഴിയിൽ പുരോഗമിക്കുമ്പോൾ നമുക്ക് ഉറപ്പോടെ, ഹൃദയബോധ്യത്തോടെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ കഴിയണമെങ്കിൽ ഈ ജീവിതാനുഭവത്തിൽ നിന്ന് മാത്രമേ അത് സാധ്യമാകൂ. ആ ജീവിതാനുഭവം നമുക്ക് പകർന്നു നൽകുന്ന തിരുവചനങ്ങളെയും സഭയുടെ കൂതാശകളെയും സഭയെയും നാം അംഗീകരിക്കണം. ഈ കൂട്ടായ്മയ്ക്ക് അകത്ത് നിന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം. അതേസമയം നാം ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് അകത്ത് ഒളിച്ചിരിക്കേണ്ടവരല്ല, സകലർക്കും വേണ്ടിയുള്ളവരാണ്, എല്ലാവർക്കും വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. ഈ അബദ്ധ പ്രബോധനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിരുദ്ധമായ പ്രബോധനങ്ങളെ സംബന്ധിച്ച് സുവിശേഷത്തെ നമുക്ക് 3 കാര്യങ്ങളായിട്ട് കാണാം. 1 ഫരിസേയരുടെ പുളിമാവ്, 2 സദുക്കായരുടെ പുളിമാവ്, 3 ഹെറോദസിന്റെ പുളിമാവ്. 3 പുളിമാവുകളെ സൂക്ഷിക്കണം. ഈ പുളിമാവുകൾ നമ്മുടെ വിശ്വാസത്തെ ദുഷിപ്പിക്കും, കാപട്യത്തിലാഴ്ത്തും, ആന്തരികമായി തകർക്കും. ഈ 3 പുളിമാവുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അതിന്റെ പ്രത്യേകതകളെന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുക. ഈ പുളിമാവുകൾ സഭയ്ക്കകത്ത് പ്രബലമാകുന്നുണ്ട്, സഭയിൽ വിശ്വാസികളിൽ അനേകർക്ക് വീഴ്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നുണ്ട്. അത് തിരുവചനത്തെ സംബന്ധിച്ചും കുർബാനയെ സംബന്ധിച്ചുമുള്ള മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്നേഹത്തിന്റെ വചനമായ തിരുവചനം പലപ്പോഴും വിദ്വേഷത്തിൻ്റെതായിട്ട് മാറുന്നു. ദൈവൈക്യത്തിന്റെ കൂതാശയായ കുർബാന, ആ കുർബാനയ്ക്കകത്ത് ഐക്യമില്ലാതായി പോകുന്നു. നാം ഏതെങ്കിലും തരത്തിലുള്ളൊരു പക്ഷം ചേർന്നോ ഏതെങ്കിലും തരത്തിൽ
ഈ പറഞ്ഞ തർക്കങ്ങളിൽ ഇടപെട്ടോ സംസാരിക്കുകയല്ല. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തെയും കുർബാനയെയും അതിന്റെ ആന്തരികതയിൽ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് എല്ലാ തർക്കങ്ങളുടെയും ഉറവിടം. ഓരോ തർക്കത്തെയും ഓരോ എതിർപ്പുകളെയും വിഭാഗീയതകളെയും ഈ ഒരു ഒറ്റ കാര്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സഭയ്ക്കകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാത്തരം ആന്തരിക സംഘർഷങ്ങളും ആ സംഘർഷങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. കാരണം തർക്കങ്ങളിലൂടെയാണ് കൂടുതൽ മെച്ചപ്പെട്ടവയിലേക്ക് നമുക്ക് വരാൻ പറ്റുക. അത് തിരുസഭയ്ക്കകത്തുണ്ട് എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടോ സഭയെ തകർക്കുന്ന കാര്യമായിട്ടോ നാം കരുതേണ്ടതില്ല. പക്ഷേ ആ തർക്കങ്ങൾ വിശ്വാസക്ഷയത്തിന് കാരണമായിട്ട് മാറുന്നത് എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിയണം. അത് ഈ പുളിമാവുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഫരിസേയുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശു ശിഷ്യന്മാരുമായുള്ള യാത്രയിൽ അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഫരിസേയുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർക്ക് കാര്യം മനസ്സിലായില്ല. അവർ വിചാരിച്ചത് അപ്പം എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. യേശു അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയത്, 7 അപ്പം കൊണ്ട് 7000 പേരെ പോറ്റിയത്, ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് യേശു അവരോട് പറയുന്നു, വിശുദ്ധ മത്തായി സുവിശേഷം 16:11, ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ത്? ഫരിസേയുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ അപ്പത്തെ പറ്റിയല്ല പറഞ്ഞത്, അപ്പത്തിലെ പുളിമാവിനെ കുറിച്ചല്ല, ഫരിസേയുടെയും സദുക്കാരുടെയും പുളിമാവിനെ കുറിച്ചാണ്. അപ്പോഴാണ് ശിഷ്യന്മാർക്കത് മനസ്സിലായത്. യേശു പറഞ്ഞത് കേവലമായ അപ്പത്തെക്കുറിച്ചോ പുളിമാവിനെ കുറിച്ചോ അല്ല, ഫരിസേയരും സദുക്കായരും നടത്തുന്ന അബദ്ധ പ്രബോധനങ്ങളെ കുറിച്ചാണ്. അവർ തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്നതിലും വിശ്വാസത്തെ ദുഷിപ്പിക്കുന്നതിനും ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ്. ഈ ഫരിസേയരും സദുക്കായരും എന്നൊക്കെ പറയുന്നത് വിശ്വാസികളായിരുന്ന ആളുകളാണ്. എവിടെ? യഹൂദ മതത്തിന്റെ വിശ്വാസികളായിരുന്ന ആളുകളാണ്. അവർ ദൈവജനത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. പിന്നെന്താണ് അവർക്ക് കുഴപ്പം പറ്റിയത്? ഫരിസേയരുടെ പുളിമാവിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. എങ്ങനെയാണ് ഫരിസേയർ ഈ പുളിപ്പ് വിശ്വാസ ജീവിതത്തിനകത്ത് പ്രയോഗിക്കുന്നത്? എന്താണ് അവരുടെ പുളിപ്പ്? പ്രധാനമായിട്ടും അവർ പാരമ്പര്യവാദികളാണ്. അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ബലം പിടിക്കുന്നവരാണ്. നിയമാനുഷ്ഠാനത്തിലൂടെ നീതീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. നിരവധിയായ കൽപ്പനകൾ ഉണ്ടാക്കി, മോശയുടെ നിയമങ്ങൾ 613 കൽപ്പനകളാക്കി, സാപത്തിൽ എത്ര ദൂരം നടക്കാം, എന്തൊക്കെ പ്രവർത്തിക്കാം, എങ്ങനെ ജീവിക്കാം എന്നൊക്കെ നിഷ്കർഷം വെച്ച് മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണമാക്കിയ രീതിയിൽ അനുഷ്ഠാനം വഴി മോചനം പ്രാപിക്കാം എന്ന് കരുതിയവരാണ്. അവർ അധികാരത്തിൽ ഇരിക്കുന്നവരാണ്. വിശ്വാസത്തിന് പരമാധികാരം തങ്ങൾക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കേവലമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുറംപൂച്ചുകളിലും വിശ്വാസത്തെ തളച്ചിട്ട് ജീവിച്ച ആളുകളാണ് ഫരിസേയർ. അതുകൊണ്ട് സ്നാപകൻ അവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സ്നാപകർ അവരെ കുറിച്ച് അണലി സന്തതികൾ എന്നൊക്കെ വിളിക്കും. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 7 മുതൽ 10 വരെ തിരുവചനങ്ങളിൽ സ്നാപകൻ അവരോട് പറയുന്നുണ്ട്, അണലി സന്തതികളെ, നിങ്ങൾ ആരാണ് എൻ്റെ അടുത്തേക്ക് അയക്കുന്നത്? എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പിതാവായ അബ്രഹാം ഉണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു. ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ പാരമ്പര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലെങ്കിൽ നിങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടും. 3:10 പറയും, വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കാക്കാത്തതെല്ലാം വെട്ടി തീരെറിയപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അനുതപിക്കണം, നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് സ്നാപകൻ ഫരിസേയരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ബോധത്തിലുള്ളതെന്നാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ വിശുദ്ധ ജനമാണ്, ഈ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ ഞങ്ങളത് പ്രകടിപ്പിക്കും, അങ്ങനെ ഞങ്ങൾ നീതീകരിക്കപ്പെടും എന്ന നീതിബോധത്തോടെ ജീവിക്കുന്നവരാണ് ഫരിസേയർ. വിശുദ്ധ മത്തായി സുവിശേഷം 6:2 അവരുടെ കാപട്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദാനധർമ്മമൊക്കെ നടത്തും, അത് കൊമ്പ് വിളിച്ചുകൊണ്ടാണ്, എല്ലാവരും അറിയിച്ചുകൊണ്ടാണ്. ഈ നന്മ ചെയ്യുന്നവരാണ് തങ്ങളെന്ന് ഇങ്ങനെ ലോകസമക്ഷം പറഞ്ഞുകൊണ്ടാണ്. അവർ ഉപവസിക്കുകയൊക്കെ ചെയ്യും. ഉപവസിക്കുന്ന ആളെ കാണിക്കാൻ വേണ്ടിയാ, പുറംപൂച്ച, ആന്തരികമായിട്ടല്ല. വിശുദ്ധ മത്തായി സുവിശേഷം 6:16-18 നമുക്കത് കാണാം. അവരങ്ങനെയാണ് ഉപവസിക്കുന്നത്. അതായത് കാപട്യമുള്ള ജീവിതമാണ്, ബാഹ്യാചാരങ്ങളിലാണ്, ഹൃദയപരമായ ബന്ധത്തിലല്ല അവർ ദൈവവുമായിട്ട്. ഒരുവിധ ക്ഷാളനങ്ങളിൽ, ശുദ്ധിയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ബാഹ്യമായി കാണുമ്പോൾ രസകരമായിട്ട് തോന്നും, ഭയങ്കര ആചാരനിഷ്ഠമുള്ളവരാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 15:1 മുതൽ 9 വരെ തിരുവചനങ്ങളിൽ ഇങ്ങനെ ക്ഷാളനങ്ങളെ കുറിച്ചൊക്കെ പറയാം.
യേശു പറയുന്നത് കാവഡ്യാണ്. ഹൃദയം ശുദ്ധമാക്കാതെ പുറം മാത്രം വെടിപ്പാക്കുന്നവർ. അവരുടെ മറ്റൊരു പ്രത്യേകത, അവർ അടയാളം തേടുന്നവരാണ്. അവർക്ക് എല്ലാത്തിനും അടയാളം വേണം. വിശുദ്ധ മത്തായി സുവിശേഷം 16 പറയും, അവർ അടയാളം തേടുന്നു. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 21 അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ഉപമ പറഞ്ഞുകൊണ്ട് കർഷകരുടെ നീതികേടിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ യേശുവിനെ തള്ളിക്കളയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകന്മാരെയും ദൈവത്തിന്റെ ആളുകളെയും കൊന്നുകളഞ്ഞ, യജമാനന്റെ മകനെ തന്നെ കൊന്നുകളഞ്ഞ, അവകാശം മുഴുവൻ തങ്ങളുടേതാവും ധരിക്കുന്നവർ, അങ്ങനെ യേശുവിന് തന്നെ എതിരായി മാറുന്നവർ. ഇതൊരു ഫരിസേയ മനോഭാവമാണ്. ഫരിസേയ മനോഭാവം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രബോധന മേഖലയിൽ എങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കുന്നവർ, ആചാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓരോതരം ആചാരങ്ങൾ, പുതിയ പുതിയ സങ്കേതങ്ങൾ, പ്രാർത്ഥനാ രീതികൾ, അനുഷ്ഠാന മാർഗങ്ങൾ, അവയൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സഭയുടെ പ്രാർത്ഥനകളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് നിലവിൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് മാതൃകയുണ്ട്, മാർഗങ്ങളുണ്ട്, സഭയിൽ പ്രാർത്ഥനകളുണ്ട്. അതൊന്നും പോരാ. അതുകൊണ്ട് പുതിയ ഉടമ്പടി ഉണ്ടാവും. അതുകൊണ്ട് ജെറീക്കോ പ്രാർത്ഥന പോലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവും. പുരുഷനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടാവും. സഭ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ നമസ്കാരങ്ങളിലുള്ള പ്രാർത്ഥനകളൊന്നും അല്ല എടുക്കുക. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളുണ്ട്, അതൊന്നും വേണ്ട. പുതിയ പുതിയ പ്രാർത്ഥനാ സങ്കേതങ്ങൾ ഉണ്ടാകണം. ജപമാല തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി മാറ്റും. പരിശുദ്ധ ജപമാല സഭ നമുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പോലെയാകും. ലുത്തീനിയെ നമ്മൾ അഴിച്ചു പണിയും. എന്നിട്ട് ഓരോ നാടിനും അമ്മയെന്ന് കുട്ടിയൊക്കെ ചേർത്ത് നമ്മൾ പറയും. സഭ ഒരു പ്രാർത്ഥന നൽകുന്നത്, ഒരു ഏകീകൃതമായ രീതി നൽകുന്നത് സഭയിൽ എല്ലായിടത്തും പ്രയോഗിക്കാൻ, അർത്ഥമറിഞ്ഞും വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പാരമ്പര്യം സഭയ്ക്കകത്തുണ്ട്. അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥനകൾ പുനർനിർണയിക്കും. ഒരിടത്ത് ഉടമ്പടിയാകുമ്പോൾ വേറെടുത്ത് അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പരിപാടി തുടങ്ങും. പരിശുദ്ധ അതിന് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പറയും. പലതരത്തിൽ ദൈവമാതാവിനെ നിരവധി തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുക. താങ്കൾ കത്തോലിക്കലാണെന്ന് പറയണം, അതേസമയം അബദ്ധം പറയണം. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നിരവധിയായ ഇടങ്ങളിൽ വിശ്വാസ അപജയത്തിന് കാരണമാകുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ വർധനവുകൾ, നിരവധി ആചാരങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ. ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോയാൽ കാര്യം നടക്കുമെന്ന് പഠിപ്പിക്കലുകൾ. ഇതൊരു അബദ്ധ പ്രബോധനമാണ്, പുളിമാവാണ്. നിങ്ങൾ ദൈവവചനം 1000 തവണ എഴുതിയാൽ കാര്യം നടക്കുമെന്ന് പറയുന്നൊരു പുളിമാവാണ്. നിങ്ങളൊരു കാര്യം സങ്കല്പിച്ച് പ്രാർത്ഥിക്കൂ, കാര്യം നടക്കുമെന്ന് പറയുന്നത് പുളിമാവാണ്. നിങ്ങൾ ഈ വചനം 3 നേരം പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് പുളിമാവാണ്. തിരുനാളുകളുടെയൊക്കെ ആചരണം കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ ഈ അനുഷ്ഠാനങ്ങളുടെ വർധനവുണ്ടാക്കി ഈ അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അനുഷ്ഠാന ജീവിതമാണ്, ആചാരങ്ങളാണ് പരമപ്രധാനമെന്ന് കരുതുന്ന, ഈ സ്ട്രക്ചറൽ ഫോമിനെ എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ. അങ്ങനെ ഒരു പ്രബോധനം സഭയ്ക്കകത്തുണ്ടാവും. ഇതൊരു ഫരിസേയ മനോഭാവമാണ്. അതുകൊണ്ട് 50 നോമ്പൊക്കെ നോക്കും, കൃത്യമായിട്ട് നോക്കും. നോമ്പൊക്കെ ഹൃദയപരമായി യാതൊരു ബന്ധവുമില്ല, ഭക്ഷണം കഴിക്കാതിരിക്കും, മാംസം വർജിക്കും, പക്ഷെ ഹൃദയം കൊണ്ട് അവരെ കൊല്ലും. അപ്പൊ ഇങ്ങനെ ബാഹ്യമായ തലത്തിൽ ക്രിസ്തുവിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യമായ സ്നേഹത്തിൽ നിന്ന് വീണു പോവുകയും അവനവൻ മേന്മ ഭാവിക്കാനായി ഈ കാപട്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി പ്രബോധനങ്ങളിൽ വരുന്നു. അതുകൊണ്ട് നിരവധി പ്രബോധനങ്ങളിൽ നമുക്ക് കാണാം. ഇത്തരത്തിൽ കാര്യം കാണാൻ വേണ്ടിയുള്ളതാക്കി പ്രാർത്ഥനയെ മാറ്റുന്ന രീതിയിലും, അബദ്ധങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലും, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിയമാവർത്തന പുസ്തകം 22 ഇപ്പോഴും പഠിപ്പിക്കുന്നവർ, ശാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവർ ഒരു ഫരിസേയ മനോഭാവത്തിൽ നിലനിൽക്കുന്നവരാണ്. ദൈവാനുഗ്രഹം നേടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം ശപിക്കുമെന്ന് പഠിപ്പിക്കുന്നവർ, കുടുംബവൃക്ഷം പഠിപ്പിക്കുന്നവർ, ഇത്തരത്തിലുള്ള അബദ്ധ പ്രബോധനങ്ങൾ, പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിപ്പിക്കുന്നവർ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫരിസേയരെ നിർമ്മിക്കുകയാണ്. നമ്മളൊരു ഫരിസേയ മനോഭാവത്തിന് ബലം നൽകുന്ന രീതിയിലുള്ള ഇത്തരം പുളിപ്പുകളെ നമ്മൾ തിരിച്ചറിയണം. ഇത് ഫരിസേയന്റെ പുളിപ്പാണെന്നറിയണം. ആന്തരികമായി എങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കാതെ അതിന്റെ ബാഹ്യതലത്തെ മാത്രം നിലനിർത്തുന്നവർ, കുർബാന ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, ഇങ്ങനെ അല്ലെങ്കിൽ പ്രശ്നമാകുന്ന കരുതുന്നവർ, കുർബാനയിലേ ഹൃദയം കൊണ്ട് പങ്കെടുക്കാത്തവർ, ക്രിസ്തു തന്റെ ശരീരവും രക്തവും മുറിച്ച് നമുക്ക് വിളമ്പി തരുമ്പോൾ
അത് സ്വീകരിക്കുകയും നമ്മെ തന്നെ ലോകത്ത് മുറിച്ചു വിളമ്പുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥ ആരാധന നടക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകുന്നത്. കുർബാനയെ കേവലം പ്രഹസനമായി കാണുന്നവർ, അൾത്താരയിൽ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി കരുതുന്നവർ, ചിട്ടവട്ടങ്ങളിൽ താല്പര്യമുള്ളവർ, എന്നാൽ അതിന് അന്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കാത്തവർ. മാർപ്പാപ്പ പറഞ്ഞല്ലോ, ആരാധനാക്രമത്തിന്റെ ബാഹ്യമായ മോടിയിലല്ല, ആന്തരികതയിലേക്ക് വരണം. ആ ആന്തരികത സ്വയം സമർപ്പണത്തിനുള്ള ആഹ്വാനമാണ് കുർബാന. വചനം നിങ്ങളോട് പറയുന്നത് സ്നേഹിക്കാനാണ്. ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുമെന്നാണ്. വചനമാവുന്ന ക്രിസ്തു ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് സ്നേഹാർപ്പണത്തിലൂടെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് കുർബാനയിൽ. വചനവും കുർബാനയും രണ്ട് കാര്യമല്ല, ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അത് ജീവാർപ്പണത്തെക്കുറിച്ചാണ്. വചനം നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ കുർബാന നമ്മെ അർപ്പണത്തിലേക്ക് നയിക്കും. അങ്ങനെ ജീവാർപ്പണം ഉണ്ടാകേണ്ട വേദി കേവലം ആചാരാനുഷ്ഠാനമായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ആചാരങ്ങൾ, നിഷ്ഠകൾ, അവയെക്കുറിച്ചൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, ആന്തരികതയെ നിഷേധിക്കുന്നു. ഇതൊരു പുളിപ്പായിട്ട് കാണാൻ പറ്റണം, ഒരു ഫരിസേയ മനോഭാവമായിട്ട് കാണാൻ പറ്റണം. അതുകൊണ്ട് ഞങ്ങളും നിങ്ങളും ഉണ്ടാകുന്നു. എന്തിനാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്? എഫേസ്യർ 2:16 പറയും, ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നു. വൈരുദ്ധ്യമുള്ള മനോഭാവങ്ങളെ ഏകോപിപ്പിക്കുന്നത് വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിനകത്തേക്ക് ഈ വൈരുദ്ധ്യങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നു. ഈ വൈരുദ്ധ്യങ്ങളെ പ്രതി തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തങ്ങൾ ശ്രേഷ്ഠരെന്ന് ഭാവിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും സദുക്കായരും ഒക്കെ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ എന്താ? മേന്മ ഭാവിക്കാനാ. ഞങ്ങളാണ് യഥാർത്ഥ ആളുകളെന്ന് പറയാൻ വേണ്ടിയാ. തങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയാൻ വേണ്ടിയാ. ഈ തങ്ങളുടെ ശരികൾ, തങ്ങൾ തങ്ങളിൽ തന്നെ എതിർക്കുന്ന ഇത്തരം ഭാവങ്ങൾ വാസ്തവത്തിൽ ക്രിസ്തുവിരുദ്ധമാണെന്നറിയുന്നു. പരസ്പരം ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തവർ പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. തർക്കങ്ങൾ എന്തുമാകട്ടെ, അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ, എൻ്റെ ഇഷ്ടങ്ങളും നിന്റെ ഇഷ്ടങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈജാത്യം ഉണ്ടാവട്ടെ, എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം നാം ഒന്ന് എന്ന ബോധ്യത്തിലേക്ക് എത്തുന്നത് നാം രണ്ടുപേരായതുകൊണ്ട് തന്നെയാണ്. രണ്ടഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നാകേണ്ടതിന്റെ ആവശ്യകത. ആ ഒന്നാകൽ ക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യമാണ്. എഫേസ്യർ 2:14 പറയും, അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും. ശത്രുത ഉണ്ടോ എന്ന് ഹൃദയം കൊണ്ട് ആലോചിക്കുക. എന്തെങ്കിലും തരത്തിൽ പരസ്പരം സ്വീകരിക്കാൻ കഴിയാത്ത വിധം അന്ധമായി പോകുന്നുണ്ടെങ്കിൽ ഒരു പുളിമാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. തർക്കവിതർക്കങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, സ്വീകരിക്കാനും തള്ളിക്കളയാനും ഇടയാക്കുന്ന ചിന്തകൾ ഉണ്ടാകാം. ഇവയൊക്കെ സ്വാഭാവികം, ഒരു മാനുഷിക കൂട്ടായ്മയാണ്. ദൈവവചനത്തെ സംബന്ധിച്ചായാലും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചായാലും അതിന്റെ ആത്യന്തികതയായ ക്രിസ്തുവിലേക്ക് എത്താൻ കഴിയാതെ പോകും. എന്തിനെക്കുറിച്ചുള്ള വിവാദവും എന്തിനെക്കുറിച്ചുള്ള തർക്കവും വാസ്തവത്തിൽ ചെയ്യുന്നത് ഒന്നു തന്നെയാണ്, ക്രിസ്തു വിരുദ്ധതയാണ്. ഫരിസേയരുടെ പുളിമാവാണ്. ഫരിസേയർ ക്രിസ്തുവിനെ കൊന്നുകളയാൻ ആലോചിച്ചവരാണ്. ഇവനെ കൊന്നാൽ അവകാശം സ്വന്തമാക്കാം, ഇവൻ പറയുന്ന വഴിയെ പോയാൽ തങ്ങളുടെ അധികാരപ്രമത്തതയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഫരിസേയർ. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെതിരെ ഗൂഢാലോചന നടത്തുന്നത്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിനെ കൊടുക്കാനായി ശ്രമിക്കുന്നത്. ആ ഭാവമാണോ നമ്മിലുള്ളതെന്ന് വ്യക്തിപരമായി ചിന്തിക്കണം. നമ്മളൊരു അധികാരിക്കെതിരെയും ചിന്തിക്കേണ്ട, സഭയിലെ മറ്റുള്ളവർക്കെതിരെ ഒന്നും ചിന്തിക്കേണ്ട. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റവരാണോ ശരി, നമ്മളാണോ ശരി, ഈ തർക്കവിതർക്കങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, അതവിടെ നിൽക്കട്ടെ. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിൽ അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുമെന്ന ഉറപ്പിലാണോ ജീവിക്കുന്നത്? ഞാൻ യോജിപ്പിന്റെ മാർഗത്തിലാണോ? ക്ഷമയുടെ മാർഗത്തിലാണോ? ഇത് വ്യക്തിപരമായി ചിന്തിക്കാൻ മാത്രമാണ്. ഞാനൊരു വിവാദത്തിന്റെയും വിഭാഗീയതയുടെയും പക്ഷത്തല്ല. അത് എനിക്ക് സ്വന്തമായ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്ക് സ്വന്തമായി അഭിപ്രായവും നിലപാടുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ എൻ്റെ നിലപാടുകളെക്കാളും അഭിപ്രായങ്ങളെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നായിത്തീരുക എന്ന സുവിശേഷ സത്യത്തെയാണ്.
ക്രിസ്തുവിലാണ് പൂർണ്ണതയെന്നാണ്. അവനെ പ്രതി മുറിച്ചു വിളമ്പാൻ മനസ്സാകണം എന്ന ബോധ്യമാണ് എന്നെ നയിക്കുന്നത്. ഒരു ഉത്തമ സഭാസന്താനമാകുക എന്നതാണ് എൻ്റെ ദൈവവിളി. തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്യാവുന്നതാണ്, നിരന്തരമായി ചർച്ച ചെയ്യേണ്ടതാണ്, നിരന്തരമായി പരസ്പരം മനസ്സിലാക്കേണ്ടതാണ്. നാം രണ്ടാണല്ലോ. രണ്ടായിരിക്കുന്നവർ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നത് ഇങ്ങനെ സംഭാഷണത്തിലൂടെയാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സംഭാഷണങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഫരിസേയ മനോഭാവം പ്രബലമാകുന്നതും നമ്മെ നശിപ്പിക്കുന്നതും. അതുകൊണ്ട് ആലോചിക്കണം, അനുഷ്ഠാനങ്ങളിലും ബാഹ്യതലത്തിലും തൊലിപ്പുറമേയുള്ള പരിഷ്കാരങ്ങളിലും തൊലിപ്പുറമേ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിലുമാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആന്തരികതയായ ക്രിസ്തുവിലാണോ? അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. ഇത് യേശുവിന്റെ കാലത്ത് മാത്രമല്ല. യേശുവിന്റെ കാലത്ത് ഫരിസേയർ യേശുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ഗൂഢാലോചന നടത്തുന്നു, ഇങ്ങനെ പുളിമാവ് കാപഢ്യം കൊണ്ടു നടക്കുന്നു, നിയമാനുഷ്ഠാനത്തിലൂടെ നീതീകരിക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ നിയമത്തിന്റെ കാർക്കശ്യത്തിനകത്ത് ജീവിക്കാനായിട്ട് മനുഷ്യരുടെ മേൽ ഭാരം മുഖം വെച്ച് കിട്ടുന്നവരായിട്ട് മാറുന്നു. ഇങ്ങനെ കാപഢ്യവും അധികാരപ്രമത്തതയൊക്കെ പുലർത്തിയിരുന്ന ഫരിസേയ മനോഭാവം വീണ്ടും സഭയിൽ വെളിപ്പെടുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. വിശ്വാസം എന്ന് പറയുന്നത് യഹൂദ വിഭാഗത്തിനകത്ത് മാത്രമല്ലല്ലോ, പുറത്തേക്ക് വ്യാപിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വ്യാപിക്കുന്ന സമയത്ത് വിശ്വാസം പുതുതായി സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ പറയുന്നത് എന്താ? ഈ ഫരിസേയ മനോഭാവമുള്ളവർ പറയുന്നത് അവർ നിശ്ചയമായിട്ടും പരിച്ഛേദനം സ്വീകരിക്കണം, മോശയുടെ നിയമം അനുസരിക്കാൻ അവരോട് പറയണം. ക്രിസ്തുവിൽ വിമോചിതരായവരാണ്, പാരമ്പര്യങ്ങളുടെ കെട്ടുകളിൽ നിന്ന് മോചിതരായവരാണ്, ആദിമസഭയാണ്. ആ സഭയിൽ യഹൂദ വിശ്വാസം പേറുന്ന ഈ ഫരിസേയ മനോഭാവം പേറുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിച്ഛേദനം സ്വീകരിക്കണം. ഇത് സഭയ്ക്കകത്ത് ആദ്യം ഉണ്ടായതാണ്. പരിച്ഛേദനം സ്വീകരിക്കണം, മോശ പറയുന്ന കൽപ്പന പാലിക്കാൻ അവർ നിർബന്ധിക്കണം. എന്തായിരുന്നു സഭയുടെ തീരുമാനം? അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ 7 മുതൽ 19 വരെ തിരുവചനങ്ങളിൽ ഇത്തരം ഒരു ഷാഢ്യത്തിനും സഭ വഴങ്ങുന്നില്ല നമുക്ക് കാണാം. ഇതൊന്നും പ്രധാനമല്ലെന്നും വിഗ്രഹാരാധനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം പുതിയ വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള ബോധ്യമാണ്. ആചാരങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് തന്നെയാണ്, ആചാര നിഷേധം കൊണ്ട് തന്നെയാണ് സഭ ഉണ്ടാവുന്നത്. പാരമ്പര്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും പുണർന്നുകൊണ്ടല്ല സഭ ക്രിസ്തുവിൽ പുരോഗമിച്ചത്. ക്രിസ്തു വിശ്വാസം പാരമ്പര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അനുഷ്ഠാനങ്ങളുടെ ആധികാരികതയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, നിയമാനുഷ്ഠാനത്തിലൂടെ നീതീകരിക്കപ്പെടുമെന്നത് തള്ളിക്കളഞ്ഞിട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നീതി പഠിപ്പിച്ചുകൊണ്ടാണ് സഭ മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് ആദിമകാലം തൊട്ടേ ഈ പാരമ്പര്യവാദത്തിന്റെ ശീലക്കേട് സഭയ്ക്കകത്തുണ്ടായിരുന്നു, അതിപ്പോഴും തുടരുന്നു. അത് തുടരുന്നത് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് ഈ പാരമ്പര്യവാദത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഇപ്പോൾ അനുഷ്ഠാനങ്ങളുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ, ദശാംശത്തെ സംബന്ധിച്ച്, നിയമത്തിലൂടെ കാര്യങ്ങൾ നേടാമെന്നതിനെ സംബന്ധിച്ച് നിരവധിയായ പാഠങ്ങൾ, നിരവധിയായ കാര്യങ്ങൾ. പഴയ നിയമം വായിച്ചിട്ട് ഇപ്പോഴും പന്നിമാംസം കഴിക്കാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. പഴയ നിയമം വായിച്ചിട്ടാ വസ്ത്രധാരണത്തിൽ സ്ത്രീകൾ എങ്ങനെയായിരിക്കണമെന്ന് പഴയ നിയമം വായിച്ച് പറയാം. പഴയ നിയമത്തിൽ ഉടക്കിക്കിടക്കുന്ന അനേകരുണ്ട്. പഴയ നിയമം തള്ളിക്കളയപ്പെടേണ്ടതല്ല, പഴയ നിയമത്തിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ, പഴയ കാലത്തിലൂടെ കടന്നു വന്നവർ. ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലാണ്. അതിന്റെ പൂർത്തീകരണമായി ക്രിസ്തു വന്നുവെന്നും യേശു ക്രിസ്തുവിൽ നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടുവെന്നും വിശ്വസിച്ചതിന് ശേഷവും നാം വീണ്ടും പഴയ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നവരായി മാറണമെന്ന് ക്ഷണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം വീണു പോവുകയാണെന്ന് അറിയണം. ഇനി അന്ന് തന്നെ പാരമ്പര്യത്തെ നിഷേധിക്കുന്നവരുണ്ടായി, പാരമ്പര്യ മാർഗങ്ങളെയൊക്കെ നിഷേധിക്കുന്നവർ. അത് സദുക്കായരാണ്. അവർ ഭയങ്കര പുരോഗമന ചിന്തയാണെന്നൊക്കെയുള്ള ധാരണയിൽ വരുന്നവരാണ്. അവര് സ്വർഗം നരകമൊന്നും വിശ്വസിക്കുന്നില്ല, പുനർജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നില്ല. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് അംഗീകരിക്കാത്തവർ, മാലാഖമാരും ആത്മാവും ഒന്നും ഇല്ലെന്ന് കരുതുന്നവർ, ഒരു ആധുനിക രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്. പെട്ടെന്ന് കേട്ടാൽ താല്പര്യം തോന്നാവുന്ന രീതിയിൽ. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ പഠിച്ച് ജീവിക്കുന്നത് നല്ലതാണ്, ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് തിരുവചനമെന്ന് കരുതിയവർ.
അവരാണ് സദുക്കായർ. ഫരിസേയ പുളിമാവ് എങ്ങനെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് സദുക്കായർ പ്രവർത്തിച്ചതെന്നും ഇന്ന് ഈ സദുക്കായ പുളിമാവ് നമ്മുടെ സഭയ്ക്കകത്ത് തിരുവചനത്തിനെതിരായും കുർബാനയ്ക്കെതിരായും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് അടുത്ത ഭാഗത്തിൽ തുടരാം. സമയദൈർഘ്യം മൂലം നമ്മൾ ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.